ഇനി നജസായ വെള്ളവും അല്ലാത്ത വെള്ളവും തമ്മിൽ ആശയക്കുഴപ്പമായി. രണ്ടു തരം വെള്ളമുണ്ട്, ഏതാണ് നജസായത് ഏതാണ് തുഹൂർ എന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യും? ഒരു വീട്ടിൽ 2 ബക്കറ്റിൽ വെള്ളം വെച്ചു, നമ്മളെ കുട്ടി പോയി ഒരു ബക്കറ്റിലേക്ക് മൂത്രം ഒഴിച്ചു. അപ്പോൾ ഏത് ബക്കറ്റിലാണ് മൂത്രം ഒഴിച്ച് നമുക്ക് അറിയില്ല, ഏതോ ഒന്നിൽ ഒഴിച്ചെന്ന് ഉറപ്പാണ്. രണ്ടും ഒരേപോലത്തെ ബക്കറ്റാണ്, ഒരേ വലിപ്പമാണ്, ഒരേ കളറാണ്. രണ്ടിനെയും വേർതിരിച്ചറിയാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. അല്ലെങ്കിൽ ഒരേ കളർ ആയിക്കോളുന്നില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, ഏതൊക്കെ ഒഴിച്ചെന്നും അറിയുന്നില്ല, ഏതോ ഒന്നിലേക്ക് ഒഴിച്ചെന്ന് നമുക്ക് ഉറപ്പാണ് താനും. എങ്കിൽ അവിടെ എന്തു ചെയ്യാം? ഈ വെള്ളം മാത്രമല്ല അല്ലാത്തവർക്കും സ്വാഭാവികമായും വരും. ഇത് വെള്ളത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് വെള്ളം അവിടെ ചർച്ചയ്ക്ക് വന്നു മാത്രം. കിതാബുൽ ലിബാസിലേക്ക് പോകുമ്പോൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ സ്വാഭാവികമായും വരും. ഒന്നിലേറെ വസ്ത്രമുണ്ട്, ഏതൊരു വസ്ത്രം നജസായ വസ്ത്രമാണ്, ഏതാണെന്നറിയില്ല, എങ്കിൽ എന്ത് ചെയ്യും? അത് ഈ വെള്ളം എന്ന അധ്യായത്തിൽ വരുന്ന മസലയല്ല. എന്നാലും ഇവിടെ മുസന്നിഫ് അതിൻ്റെ ഒരു ഭാഗം സാന്ദർഭികമായി അദ്ദേഹം ഇതിൽ കൊണ്ടുവന്ന് ചർച്ചയിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കിതാബുൽ ലിബാസ് എന്ന ഭാഗം വരാനുണ്ട്, വസ്ത്രവുമായി ബന്ധപ്പെട്ട അധ്യായം വരാനുണ്ട്, അവിടെ വിശദമായ ചർച്ചകൾ വരും. അതുപോലെ കിതാബുൽ ആനിയ പാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗത്തും ഇതിലെ ചർച്ചകൾ അവിടെ വരും. ഇവിടെ അതിൻ്റെ ഒരു മസല മാത്രം എടുത്തുകൊണ്ട് സാന്ദർഭികമായി ചർച്ച അതിൽ വരുന്നുമുണ്ട്. അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ബിസ്മില്ലാ. വഇൻ ശക്ക ഫീ നജാസത്തി മാഇൻ ഔ ഗൈരിഹി ഔ ത്വഹാറത്തിഹി ബനാ അലൽ യഖീൻ. നമ്മൾ വായിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് എന്താണോ ഉറപ്പ് അതിലാണ് നിൽക്കേണ്ടത്. നജസായോ ഇല്ലേ ഇത് സംശയമുണ്ടെങ്കിൽ നജസായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പോകാം. ഞാനല്ല നജസാണ്, തുഹൂറായോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ തുഹൂറായിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് അസ്ലെന്താണോ ആ അസ്ലിന്മേൽ യഖീന്മേൽ ഉറപ്പിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗമാണ്. ثم وإن اشتبه طهور بنجس حرم استعمالهما ولم يتحرى ولا يشترط للتيمم إراقتهما ولا خلطهما وإن اشتبه بطاهر تولأ منهما وضوءا واحدا من هذا غرفة ومن هذا غرفة وصلى صلاة واحدة وإن اشتبهت ثياب طاهرة بنجسة أو بمحرمة صلى في كل ثوب صلاة بعدد النجس أو المحرم وزاد صلاة. അത്രയുമാണ് ഈ മിയാഹുമായി ബന്ധപ്പെട്ട വെള്ളവുമായി ബന്ധപ്പെട്ട ഭാഗം വരുന്നത്. അതായത് വനിസ്തബഹ തുഹൂറുൻ ബി നജിസിൻ. വനിസ്തബഹ ആശയക്കുഴപ്പത്തിലായാൽ, ഇസ്തിബാഹ് ഇൽത്തിബാസ് ആശയക്കുഴപ്പത്തിലായി കഴിഞ്ഞാൽ, തുഹൂറുൻ തുഹൂറായ വെള്ളം ആശയക്കുഴപ്പത്തിലായി ബി നജിസിൻ നജസായ വെള്ളവുമായിട്ട്. അപ്പോൾ തുഹൂറായ വെള്ളവുമുണ്ട്, നജസായ വെള്ളവുമുണ്ട്. പക്ഷെ രണ്ടും വേർതിരിക്കാൻ നമ്മുടെ മുമ്പിൽ വഴികളില്ല. അതാണ് ആശയക്കുഴപ്പത്തിലാകുന്നത്. ഏതാണ് തുഹൂറ് ഏതാണ് നജസ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒന്ന് തുഹൂറാന്ന് ഉറപ്പാണ്, ഒന്ന് നജസാണ് എന്നും ഉറപ്പാണ്. പക്ഷെ ഏതാണ് തുഹൂർ ഏതാണ് നജസ് യാതൊരു നിർവാഹവുമില്ല തിരിച്ചറിയാൻ. എങ്കിൽ ഹറുമ ഇസ്തിഅ്മാലുഹുമാ, ഹറുമ ഹറാമാണ്, ഇസ്തിഅ്മാലുഹുമാ അത് രണ്ടിനെയും ഉപയോഗിക്കൽ ഹറാമാകുന്നു. രണ്ട് വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. കാരണം എന്താണ്? നജസ് ഉപയോഗിക്കൽ ഹറാമാണ്, നജസായ വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പോൾ ആ നജസ് ഉപയോഗിക്കൽ ഹറാമായതുകൊണ്ട് ഇതിൽ രണ്ടാലൊന്ന് നജസാണ്, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അറിയാതെ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാന്ന് വെച്ചാൽ അത് നജസാണ് എങ്കിൽ അത് ഉപയോഗിക്കുന്നതോട് കൂടി സ്വാഭാവികമായിട്ട് അവൻ്റെ വസ്ത്രവും അവൻ്റെ ശരീരവും ഒക്കെ നജസായി മാറി. നജസായ വെള്ളം കൊണ്ട് വുളൂ ചെയ്താൽ വുളൂ ആവില്ല എന്ന് മാത്രമല്ല അവൻ്റെ ശരീരം നജസായി മാറും, വസ്ത്രം നജസായി മാറും. അതുകൊണ്ട് തന്നെ ഹറുമ ഇസ്തിഅ്മാലുഹുമാ അത് രണ്ടും ഉപയോഗിക്കൽ ഹറാമായ കാര്യമാകുന്നു. വലം യതഹറ ആ രണ്ടിൽ ഒന്നിനെ വേർതിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകമായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ട് അതിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഷാഫി മദ്ഹബിൽ ഇത് തിരിച്ചുള്ള അഭിപ്രായമാണുള്ളത്. ഹംബലി മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ട്. ഹംബലി മദ്ഹബിലെ ഒന്നാമത്തെ അഭിപ്രായം ഇതാണ്, രണ്ടും ഉപയോഗിക്കൽ ഹറാമാണ്. ആ രണ്ടിൽ പിന്നെ അങ്ങനെ ഒരു മെനക്കെട്ട് കൂടി അതിൽ നിന്ന് ഒന്നിനെ ഏതെങ്കിലും നിലക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ആ നിലക്ക് പോയ കാര്യമില്ല. അത് രണ്ടും ഹറാമാണ് എന്ന് വെച്ച് രണ്ടും മാറ്റിവെക്കണം എന്നാണ് ഹംബലി മദ്ഹബിലെ പ്രധാനപ്പെട്ട അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിൽ തിരിച്ചുള്ളത്
ഷാഫി മദ്ഹബിൽ 2-1 വേർതിരിക്കാൻ എന്തെങ്കിലും സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് അയാൾക്ക് ഉപയോഗപ്പെടുത്തി അയാൾക്ക് അതിൽ ഒരു മികച്ച ധാരണയ്ക്ക് എത്താൻ കഴിഞ്ഞാൽ, ഉറപ്പിക്കാൻ കഴിയണമെന്നില്ല, മികച്ച ധാരണയ്ക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഉറപ്പാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ സംശയമില്ലല്ലോ. എന്നാൽ യക്കീൻ ഇല്ലാതെ വരുമ്പോൾ, ഒന്നാമത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞു, ഹംബലി മദ്ഹബിൽ രണ്ടും ഹറാമാണ്. കാരണം ഇവിടെ യക്കീനിലേക്ക് എത്താൻ കഴിയില്ല. ഏതാണ് നജസ് ഏതാണ് ശുദ്ധി എന്നത് യക്കീനിലേക്ക് എത്താൻ അയാളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ യക്കീനില്ലാത്തത് കൊണ്ട് രണ്ടും പിന്നെ വേണ്ട എന്ന് വെച്ചാൽ രണ്ടും മാറ്റി വെക്കണം, രണ്ടും ഹറാമാണ് എന്ന് കണക്കാക്കണം എന്നാണ്. അതിനവർ 2 ന്യായങ്ങളാണ് പ്രധാനമായും അതിന് പറഞ്ഞത്. ഒന്ന്, നജസ് ഒഴിവാക്കൽ നിർബന്ധമാണ്. നജസായ വെള്ളം ഉപയോഗിക്കാതെ മാറ്റിവെക്കൽ വാജിബായ കാര്യമാണ്. എന്നാൽ ഇവിടെ നജസ് ഒഴിവാക്കണമെങ്കിൽ രണ്ടും ഒഴിവാക്കൽ മാത്രമേ നിർവാഹമുള്ളൂ, അല്ല നിർവാഹമില്ല. നജസായ വെള്ളം ഒഴിവാക്കൽ നിർബന്ധമാണല്ലോ, അത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ രണ്ടും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പം രണ്ടും ഒഴിവാക്കാതെ ആ വാജിബ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? ഇല്ല. അശുദ്ധമായ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നജസായ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാറ്റിവെക്കൽ നിർബന്ധമാണ്, അതായത് വാജിബാണ്. ആ വാജിബ് ചെയ്യണമെങ്കിലോ 2 വെള്ളം ഒഴിവാക്കണം, എന്നാലേ ഈ വാജിബ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു വാജിബ് ചെയ്യാൻ എന്തൊക്കെ നടക്കണമോ അതൊക്കെ വാജിബാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്. അതായത് ഏതിലേക്ക് എത്തിക്കുന്നതിനും അതിന് ഹുക്കുമുണ്ടെന്നാണ്. മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നാണ്. അതൊരു അടിസ്ഥാന നിയമമാണ്. ഇസ്ലാം പൊതുവായി പഠിപ്പിച്ച, ഖുർആനും ഹദീസും ആവർത്തിച്ച് പരിചയപ്പെടുത്തിയ അടിസ്ഥാന തത്വമാണ്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അത് ഒരു വാജിബ് പൂർത്തിയാവാൻ എന്ത് അനിവാര്യമാണോ അതും വാജിബാണ്. അപ്പം നിസ്കരിക്കൽ വാജിബാണ്. ആ നിസ്കാരം പൂർത്തിയാണെങ്കിൽ സ്വാഭാവികം ഉദു ചെയ്യണം, വസ്ത്രം ധരിക്കണം, കഅബയ്ക്ക് തിരിയണം, അപ്പോഴേ നിസ്കാരം നടക്കുള്ളൂ. അപ്പം ഞാൻ ഉദു ഉണ്ടാക്കില്ല, നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഒരു വാജിബ് പൂർത്തിയാവാൻ എന്തൊക്കെ വേണമോ അതൊക്കെ വാജിബാണ്. അപ്പം ഇവിടെ നജസായ വെള്ളം ഒഴിവാക്കൽ വാജിബ്. ആ വാജിബ് പൂർത്തിയാകണമെങ്കിൽ രണ്ടും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പം അതും വാജിബായി ഈ തത്വപ്രകാരം. മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്ന തത്വപ്രകാരം. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു മറുവശമായി പറയുന്ന തത്വമാണ് പിന്നെ വസീലക്ക് മഖ്സദിന്റെ ഹുക്കുമാണ്. അത് മറ്റൊരു അടിസ്ഥാന, ഇതേ ആശയപ്പെടുന്ന മറ്റൊരു തത്വമാണത്. ലിൽ വസാഇലി ഹുക്മുൽ മഖാസിദി എന്നാണ്. ലിൽ വസാഇലി ഹുക്മുൽ മഖാസിദി. അതിന് 2 കാര്യമുണ്ടാകും. ഒന്ന് മഖ്സദ്, നമ്മൾ എത്തിച്ചേരുന്ന റിസൾട്ട്, അതിലേക്കുള്ള വഴികൾ, വസീലകൾ. ഈ മഖ്സദിന് എന്താണ് ഹുക്മ്, ആ ഹുക്കുമാണ് വസീലക്കും ഉണ്ടാവുക. ഒരു കാര്യം വാജിബാണെങ്കിൽ ആ വാജിബിലേക്ക് എത്തുന്ന വഴികളൊക്കെ വാജിബായി മാറും. ഒരു കാര്യം ഹറാമാണെങ്കിൽ ആ ഹറാമിലേക്ക് എത്തുന്ന വഴികളൊക്കെ ഹറാമായി മാറും. അതാണിത് വസീല മഖ്സദ്. മഖ്സദിന് ഹുക്കുമുണ്ടാവും. ഇപ്പൊ വ്യഭിചാരം ഹറാം, അത് ഹുക്കുമാണ്. വ്യഭിചാരം ഹറാമാണ്. വ്യഭിചാരത്തിലേക്ക് എത്താൻ ഏതെല്ലാം വസീലകളുണ്ടോ ആ വസീലകളൊക്കെ ഹറാമാണ്. അപ്പോൾ അന്യപ്പെണ്ണിനെ കാണൽ ഹറാം, അന്യപ്പെണ്ണിനെ തൊടൽ ഹറാം, അന്യപ്പെണ്ണുമായി ഒറ്റക്കാവൽ ഹറാം. എന്തുകൊണ്ടാണ് ഹറാമായത്? അതൊക്കെ വ്യഭിചാരത്തിലുള്ള വഴിയാണെന്നുകൊണ്ടാണ്. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന വഴിയാണെന്നുകൊണ്ടാണ് അത് ഹറാമായത്. മോഷണം ഹറാം, മോഷ്ടിക്കൽ മാത്രമാണോ ഹറാം? മോഷണത്തിലേക്ക് എത്താൻ എന്തെല്ലാം വഴിയുണ്ടോ അതൊക്കെ ഹറാമാണ്. ഒരാളെ വീട് പോയി കുത്തിപ്പൊളിക്കുന്നു കക്കാൻ വേണ്ടി, അപ്പൊ കക്കലല്ലേ ഹറാമുള്ളൂ, പൊളിക്കൽ ഹറാമ് ചെലവിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതിലേക്കും എത്തിക്കുന്ന വസീലകൾ, എത്തിക്കുന്ന വഴികൾ, ആ വഴികൾക്കെല്ലാം ഇതിന്റെ ഹുക്കുമാണ് വരിക. അൽ വസാഇലു ലഹ ഹുക്മുൽ മഖാസിദി. അവിടെ ലിൽ വസാഇലി, ലിൽ എഴുതിയാൽ പിന്നെ ലഹ വേണ്ട. ലിൽ വസാഇലി ഹുക്മുൽ മഖാസിദി, അല്ലെങ്കിൽ അൽ വസാഇലു ലഹ ഹുക്മുൽ മഖാസിദി. വസീലകൾക്ക് മഖ്സദിന്റെ ഹുക്കുമാണ്. അപ്പൊ ഹറാമിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമായി മാറും, വാജിബിലേക്ക് എത്തിക്കുന്നതെല്ലാം വാജിബായി മാറും, കറാഹത്തിലേക്ക് എത്തിക്കുന്നതെല്ലാം കറാഹത്തായി മാറും, സുന്നത്തിലേക്ക് എത്തിക്കുന്നതെല്ലാം സുന്നത്തായി മാറും, ഹലാലിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹലാലായി മാറും.
ഇത് തെറ്റിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും, തെറ്റിൻ്റെ ഗൗരവത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതും ഹറാമാണ് ഇതും ഹറാമാണ്. രണ്ടും ഹറാമിനും ഒരേ ശിക്ഷയാണോ ചോദിച്ചാൽ അല്ല, അത് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഇതിൽ തന്നെ ഇപ്പം മോഷണം തന്നെ എല്ലാ മോഷണത്തിനും ഒരേ കുറ്റമാകുമോ? ഇല്ല. അത് മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അനുസരിച്ച് മാറും, മോഷ്ടിക്കുന്ന ആളുടെ സാഹചര്യം അനുസരിച്ച് മാറും, മോഷ്ടിക്കപ്പെടുന്ന വസ്തുവിൻ്റെ മൂല്യം അനുസരിച്ച് മാറും. അതൊക്കെ വ്യത്യാസമാണ്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ക്ഷാമുണ്ടായപ്പോൾ മോഷ്ടാവിന് ശിക്ഷ കൊടുക്കാതെ വിട്ടയച്ചു. ക്ഷാമകാലത്ത് കാരണം പട്ടിണി കൊണ്ട് എടുക്കാറായിട്ടാണ് ഓൻ മോഷ്ടിക്കുന്നത്. അന്ന് മോഷ്ടിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാലും ഓനൊരു ഇളവിന് ഒരു ചാൻസ് അവിടെ ഉണ്ട്. അത് പരിഗണിച്ചു ഉമർ ഖത്താബ്. വരൾച്ചാ കാലത്ത് മോഷ്ടിച്ചവന് അദ്ദേഹം വിധി നടപ്പാക്കിയില്ല. അതിനർത്ഥം അന്ന് മോഷ്ടിക്കാൻ പറ്റുന്നല്ല, മോഷ്ടിക്കപ്പോഴും പറ്റൂല. പക്ഷെ എന്നാലും അവൻ്റെ മോഷണത്തിന് ഒരു മാനുഷിക പരിഗണന വേണമെങ്കിൽ കൽപ്പിക്കാനുണ്ട് എന്ന് ഭരണാധികാരിക്ക് അവിടെ അധികാരമുണ്ട്. അങ്ങനെ തീരുമാനമെടുക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. അദ്ദേഹം അവിടെ അന്ന് ശിക്ഷ നടപ്പാക്കാതെ വിട്ടു.